ലോലൻ ഇപ്പൊ ഹെലി വേണം മനസ്സിലായി. ഇവനാണ് ഈ മറ്റേ സ്പാം ചെയ്യുന്നത് മനസ്സിലായ ബ്രോ. ഹെലി എവിടെ? ഹെലി ഇവനാണ് വായിക്ക് അകത്ത് വെച്ചിരിക്കണോ നിന്റെ അണ്ണാ ആർമി അല്ലായിരുന്നു. അമ്പത്തൂരിന്റെ സ്പെക്കിങ് അയ്യോ എനിക്ക് ഞാൻ സിറ്റിക്കകത്ത് ഫുഡും വെള്ളം കഴിച്ചിട്ട് വരട്ടെ, അല്ലെങ്കിൽ കുടിച്ചിട്ടൊക്കെ കുഴപ്പമില്ല. പട്ടിയാടാ നീ? അല്ല ഞാൻ ഫുഡ് വെള്ളം കുടിച്ചെണ്ണ ഫുഡില്ല അണ്ണ. ഇച്ചിരി ഫുഡ് വണ്ടിക്കകത്ത് വിടും. എന്റെ അണ്ണ ഉള്ളത് ഇല്ല തരാനില്ല. അണ്ണന്റെ ഉണ്ട്. ഇല്ല തരാനില്ല. എന്നാണ് താഴെ ഡ്രസ് ഷോപ്പ് ഉണ്ട്, അങ്ങോട്ട് പോട്ടാ ഫുഡ് ഷോപ്പില്ല അണ്ണാ. താഴെ ഫുഡ് ഷോപ്പ് ഉണ്ട്, അങ്ങോട്ട് പോകണ. നീ വണ്ടി എടുത്ത് നീ നടന്നിറങ്ങി പോയിട്ടോ. തൊട്ടടുത്ത ഫ്രണ്ടിൽ നീലം കത്തിപ്പോയോടാ. അവിടെ ലൊക്കേഷനൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്തേ. നീലം കത്തി ഒരു വണ്ടി ലെഫ്റ്റിലോട്ട് കത്തിയില്ല. ഞാൻ ഇവിടെയാണ്. നീലിനെ കാണിക്കുന്നില്ല. എന്തോ ചെയ്തതാ. ഡിസ്പ്ലേ ക്യാപ്ചർ കുറച്ച് വണ്ടി ഓഫ്. ഞാൻ ഇച്ചിരി ദൂരെയാണ്. അങ്ങ് ദൂരെയാണ് ഫൈറ്റ് എടുക്കല്. മാർക്കറ്റ് വണ്ടി ഓഫ്. ഞാൻ ഇച്ചിരി അങ്ങ് ദൂരെയാണ് ഫൈറ്റ് എടുക്കല്. അണ്ണാ 51 മുമ്പരാണ് നാരദൻ. താങ്ക് യു സോ മച്ച്. $10 സത്യമാണ്. എല്ലാവരും ഒരുമിച്ച് എയർപോർട്ടിൽ പോയാ നിങ്ങള്? അപ്പൊ ആര് റിപ്പയറിലാരാ? അമ്മമാരെ എയർപോർട്ടിലാണോ? ബ്രേക്കപ്പ് ആക്കി കൊടുത്തേ. അതിന്റെ ദേഷ്യം കാണിച്ചു കൊടുത്തേ. വെറുതെ നിനക്കോ വേണ്ടില്ല. എടാ പോടിക്കാം, അവിടെ സീനൊന്നും ഇല്ല. പോടിക്കാൻ അങ്ങോട്ട് ബിൽഡിങ്സ് ഒന്നുമല്ല. ആ മന്ദബുദ്ധികളുടെ മറ്റേ നേരത്തെ ചെയ്ത അതേ പരിപാടി അവർക്ക് പോടിക്കാൻ അങ്ങോട്ട് ബിൽഡിങ്സ് ഒന്നുമല്ല. ആ മന്ദബുദ്ധികളുടെ മറ്റേ നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ അവർക്ക്. അത് മാത്രമേ ഇവന്മാരാണല്ലേ നമ്മള് സ്ഥിരം വാർ എടുത്തുകൊണ്ട് പ്രീ വാർ കമ്മിറ്റ് ചെയ്തത്. നമ്മൾ ഇതുവരെ പ്രീ വാർ അവിടെ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഇതുവരെ എയർപോർട്ടിൽ നമ്മൾ ഇത്ര നാളായിട്ട് ആദ്യമായിട്ടാണ് ഒരു വാർ എയർപോർട്ടിൽ ഇവിടെ നടക്കണേ. നമുക്ക് എവിടെ അടി മേടിക്കണോ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. ഏത് സൈഡിൽ നിന്ന് അടി മേടിക്കണോ കൃത്യമായിട്ട് ചെയ്തോ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് കൃത്യമായിട്ട് മേടിച്ചു. ഇതാണോ ഗോഡീസ് ലൈവ്? നമ്മളിവിടെ ചെയ്യുന്നത് നമുക്കറിയാം ബ്രോ. ഇവരുടെ ഗാങ്ങുകൾക്ക് ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താ? ഇവിടെ കളിക്കുന്ന ഗാങ്ങുകൾക്ക് ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യം? ചെയ്യുന്നത് മനസ്സിലായോ? എല്ലാരും ഇനി നോട്ടീസ് അടിച്ചിട്ട് ചെയ്യണോ ബ്രോ? ഇവിടെ ഗാങ്ങുകൾക്ക് കറന്റ് അതിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വ്യൂവേഴ്സിന് പറയേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് വന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ബ്രോ. ഡോക്ടർ അറിയാത്ത കാര്യം ജർമ്മൻ കണ്ണാപ്പിന്നാണോ? ചോദിച്ചു വരുന്ന ആളെ ടിവിയുടെ സൈഡിൽ നിന്നും അടിക്കുന്നുണ്ട്. ടി വി ടോക്കിയോ ഇറങ്ങി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ടോക്കിയോ കുത്താറുള്ള ലൊക്കേഷനിൽ ടി വി കുത്തിയിട്ടുണ്ട്.
ടിവി കുത്തി സൺ നിക്കോനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. നീലനെ ഓക്കെ. പിന്നെ അതുപോലെ ലെമിയോൺ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ജൂഡ് അടുത്തൊരു പിക്ക്, ആശാൻ ഒരു പിക്ക്, ഡാൻഡയുടെ രണ്ടാമത്തെ പിക്ക്, മെസ്ബോയ് ഗോകു കറൻലി ഓക്കെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഡാൻഡയുടെ മൂന്നാമത്തെ പിക്ക്, ടോക്കി ഡാൻഡെ 3 പിക്ക്, ജൂഡ് അടുത്തൊരു പിക്ക്, ഡാൻഡെ ഡൗൺ ആയിട്ട്. മെക്സങ് ഒരു പിക്ക് എടുത്തിരുന്നു, ടോക്കിയോ മെക്സങ് മൊബിനെ ഡൗൺ ആക്കി എടുത്തിരിക്കുന്നു. യൊറീച്ചിന് ഡൗൺ ആക്കി, മെക്സങ്ങിന് രണ്ടാമത്തെ പിക്ക്, മെക്സങ്ങിനോടെ കിണ്ടിയുടെ കഴിഞ്ഞു. ഓക്കെ. ജൂഡിന്റെ ഒരു പിക്ക്, ജൂഡ് അടുത്തൊരു പിക്ക്, ശിവ 10 സെക്കൻഡോ 15 സെക്കൻഡോ 15 സെക്കൻഡാ കണ്ടികളെ. 15 സെക്കൻഡാ നിന്റെയൊക്കെ 1-0 ലെഗസി. നീയൊക്കെ നമ്മളൊന്ന് ഇതായിരുന്ന സമയത്ത് നീയൊക്കെ വന്ന് അടിച്ചെന്ന് പറഞ്ഞ് നീ 1 വർഷമായിട്ട് നീ താഴവും പറഞ്ഞു നടക്കുക തല്ലുകൊള്ളികളെ. കാരണം ഇത്രേ ഉള്ളൂ നീയൊക്കെ ഇപ്പൊ ടിവിക്ക് നീയൊക്കെ ഇത്രേ ഉള്ളൂ. 10 സെക്കൻഡ് മതി നിന്നെയൊക്കെ അടിക്കാൻ ഇപ്പം. മനസ്സിലായ? ഇനി കോണ പറഞ്ഞ് സിറ്റി വരരുത് തല്ലുകൊള്ളികളെ. മനസ്സിലായ? സിറ്റുവേഷൻ എടുക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം സിറ്റുവേഷൻ എടുക്കുക. ഇപ്പൊ ഇത്ര മതി നിന്നെയൊക്കെ. 10 സെക്കൻഡ് മതി നിന്നെയൊക്കെ അടിക്കാൻ. ഇപ്പൊ 1-0 അത് പറയാൻ പറ്റത്തില്ലല്ലോ, വിട്ടുപോയല്ലോ. നീയൊക്കെ എങ്ങനെ പറയണോ 1-0? നമ്മളൊരു ശോകം സമയത്ത് നിന്ന് ടിവിയിൽ ഇൻ ബിറ്റ്വീൻ പ്രശ്നങ്ങൾ ഇതൊക്കെ നിൽക്കുന്ന സമയത്ത് നടന്ന ഒരു വാർ വെച്ചിട്ട് ഇവന്മാര് ഓസ്ട്രീമിലും എന്തൊരു അഹങ്കാരം എന്തൊരു പറച്ചിലായിരുന്നു അറിയാം ഇവന്മാർക്ക്. എടാ നീയൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടോടാ ടി വി? എന്തെങ്കിലും ഇങ്ങനെ അടിക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റിയിട്ടുണ്ടോ? എന്റെ കണ്ണിന്റെ ഡ്യൂറബിലിറ്റി തന്നെ എന്താണ് അവനെ തല്ലിക്കൊന്ന അതിന്റെ ഇടയിൽ വിഷയങ്ങളെടാ ഒരു രക്ഷയില്ല. കേട്ടില്ല ഇവന്മാര് ഇങ്ങനെ അടിക്കണമായിരുന്നു. ഇങ്ങനെ അടിക്കണം അവന്മാര്. എന്നാലേ ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായി? അവന്മാർക്ക് ഒരു പേടി വരുത്തുള്ളൂ അവന്മാർക്ക്. ഇത്ര നാള് ഒരു വർഷം അവന്റെയൊക്കെ ലെഗസി കോപ്പ് 1-0 ചുമ്മാ വെടിവെച്ച് തീർന്നതാ. റീലോടാവില്ലേ തീർന്ന കാർബൺ ഡ്രൈവിൽ ഞാൻ വിചാരിച്ചു പി എൽ അടിച്ചത്. കണ്ണിന്റെ ഡ്യൂറബിലിറ്റി തീർന്ന് കണ്ണിന്റെ ഡ്യൂറബിലിറ്റി തല്ലിക്കൊല്ലാന്ന്. പബ്ജി ആണെങ്കിൽ കണ്ടെങ്കിലും എടുക്കായിരുന്നു പോയിട്ട്. കണ്ടെങ്കിലും എടുക്കായിരുന്നല്ലേ? ഇടിച്ചിട്ടോ അടി പാവോടാ ജന്മം വെറുത്ത് ഞാൻ അമ്മാരങ്ങ് ഓട്ടിച്ചിട്ട് തല്ലി കേട്ടോ പുണ്ടച്ചു വെക്കാൻ. വർത്താനന്മാരുടെ അയ്യോ എടാ ഇവന്മാർക്ക് ഇവർ ഇത്രയും നാളെ സിറ്റുവേഷൻ എടുക്കാൻ എന്താണെന്നറിയാവോ? ഇവന്മാർക്ക് ഇങ്ങനെ അടി കിട്ടുമെന്ന് അറിയാം. മനസ്സിലായി? ഇവന്മാർക്ക് ഇവിടുത്തെ ഞാൻ പറയട്ടെ, ഇവന്മാരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ടയർ 3 മനസ്സിലായോ? ഇവിടുത്തെ ഒരു ടയർ 3 ഗ്യാങ് ആണ് ടോക്കിയോ. മനസ്സിലാക്കേണ്ട സമയമായി ബ്രോ. ടയർ 3 ഗ്യാങ് ആണ്. നിങ്ങൾക്ക് അപ്പൊ ടയർ 3 ഏതെങ്കിലും വേറെ ഗ്യാങ്സിന് എടുത്ത് കൊണയടിച്ച് ഇങ്ങനെ സർവൈവ് ആയി പോവാന്ന് നിനക്കൊക്കെ ടയർ 3 ഇപ്പൊ വേറെ ഗ്യാങ് ഒന്നും ഇല്ലണ്ണ, ടോക്കിയോ മാത്രമേ ഉള്ളൂ. തീജിയൊക്കെ അറ്റ്ലീസ്റ്റ് കൊണയായിട്ട് പൊമാര് വന്ന് ഫൈറ്റ് എടുക്കും. എത്ര ഇത് കിട്ടാലും മനസ്സിലായി? എനക്കൊരു പിക്ക് കിട്ടി. എനിക്ക് 4 ജൂഡിന് 4 വെക്കുന്നുണ്ട്. ജൂഡിന് 4 വെക്കുന്നുണ്ട്. സെക്കൻഡ് ആണ് മെസ്ബോയ്ക്ക് ഫസ്റ്റ് പിക്ക്. മെസ്ബോയുടെ ഫസ്റ്റ് വണ്ടി കുത്തി ഞാൻ വേലോട്ട് കയറി തല്ലിയത്. ഡബിള് കുത്ത് കുത്തിക്കിണ്ടി നല്ല വരെയായിരുന്നു. അയ്യോ ഓട്ടിച്ചിട്ട് ഇടിക്കുന്നത് ഒരുത്തനെ. അവനും കൊടുത്ത് സൈക്കിളും കൊടുത്തു ഞാൻ ഹെഡ്. ഞാൻ കാണിച്ചു പറഞ്ഞേ കാണിച്ച്
എടാ കാണിച്ച് പെട്ടെന്ന് PO കാണിച്ച് എനിക്ക് സിറ്റിയിൽ വരെ ഒന്ന് കയറണം. ഞാൻ ഒരാളുടെ PO ബാക്കി ആരുടെ PO എല്ലാം നിങ്ങളൊന്ന് കാണിക്കണം. ജസ്റ്റ് സിറ്റി കയറണം. പിതുക്കനെ പിയാ വേണ്ടി അതെ നീലന്റെ ഗൈസ് PO കാണുന്നവരെല്ലാം നീലന്റെ അകത്തോടെ ഒന്ന് പോണേ. നീല ലൈവ് ഉണ്ട്. നീലുണ്ട് സ്നൈപ്പ് ലൈവ് ഇല്ലേ? ഇല്ല ഞാനില്ല. ആ ഓക്കെ. കാണിക്കട്ടാ അയ്യോ ഇപ്പൊ കാണിച്ചിട്ടോ ഹലോ ഡ്യൂറബിലിറ്റി തീർന്നു. ഞാൻ ഊമ്പിയടിയ മൈരി കിടിലം പിക്കാനാണോ നിന്റെ ആദ്യത്തെ നിങ്ങളുടെ കുത്ത് ഭയങ്കര ടൈമിംഗ് ആയിരുന്നു കേട്ടോ. ഭയങ്കര കിടിലം ടൈമിംഗ് ആയിരുന്നു. ഇല്ല ഇവ സ്വന്തം ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്ത് മറ്റേ വണ്ടി കൊള്ളാട്ടാ. കിടിലം വണ്ടി പറയാൻ. ഇവര് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ നമുക്ക് എവിടെ തല്ല് കൊള്ളണമെന്നുള്ള കാര്യം. നമ്മളെ എയർപോർട്ടിൽ അടി മേടിക്കാൻ പാടുള്ളൂ. ഞാൻ ഇപ്പുറത്തേക്ക് അടി നോക്കിയാ അതൊക്കെ ഒരു പടം അപ്പുറത്ത് ഞാൻ തിരിച്ചടി. ഓ നൈസറാ. രണ്ടൊക്കെ ഉള്ളു. ഞാൻ ചൂടടക്കി 2 ഹെഡ് കൊടുക്കുന്നുണ്ട്. പേടിക്കണ്ട. ഇവന്മാരുടെ കൂട്ടത്തിൽ ആരോ ഒരുത്തൻ നിന്ന് 3-4 പേരെ അടിച്ചു കേട്ടോ. നമ്മുടെ ഏതോ ഒരുത്തൻ നന്നായിട്ട് കളിച്ചു. കളിക്കാൻ പറ്റുമോ? ഡിസ്പ്ലേ ക്യാപ്ചർ ഇട്ട് കളിക്കാൻ പറ്റൂല കേട്ടോ. ഭയങ്കര പാട്. അത് പോയി എല്ലാ ഗാങ്സും സംസാരിക്കണോടാ. ഒരാൾ പോലും സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ സ്നൈപ്പ് ലെക്ചർ ഞാൻ വിട്ടു കേട്ടോ. ഞാൻ വിട്ട് അടിക്കണ്ടെന്ന് വെച്ചു നോക്കിയോ. ഇയാളെ വില്ലുമോനപ്പ എനിക്ക് 2 ഡിങ്കി വില്ലുമോനൊക്കെ ഞാൻ തന്നായിരുന്നേ കണ്ട. എടാ വെൽ പ്ലേഡ് നന്നായിട്ട് കളിച്ചു. എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ച് കിടലോട്ട് കളിച്ച്. എടാ POV നിങ്ങളിവിടെ കാണിച്ചോട്ടെ. ഞാൻ സിറ്റിക്കകത്ത് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഡാൻഡേ അല്ല അവനാ ഡാൻഡേ ആണ് പിക്ക് എടുത്തത്. 3 പേരെ എന്തോ എടുത്തവൻ നന്നായിട്ട് കളിച്ചു. പ്രീവാറിലല്ല വാറില്. മാസ്ക് ഇട്ട് നടന്നു ആ വാറിന്റെ പേര് പറഞ്ഞു. പ്രീവാറിന്റെ പേരല്ലോ പറഞ്ഞു. അപ്പോഴും ഡെക്കുവിനെ കൊണ്ടൊരു ഗുണവും ഇല്ല. വാറ് പഠിക്കാൻ ഈ ഡെക്ക് SRR ഉണ്ടായിരുന്നാണോ? പേര് മോഡിഫൈ ചെയ്തണ്ണ അവനാണ് വലിയ പ്രശ്നം. FRP എല്ലാം വരച്ചോണ്ടിരിക്കുന്ന വലിയ പ്രശ്നമുള്ളത് ആണല്ലേ? ഓക്കെ. ഞാൻ ഒന്ന് സിറ്റിയിലോട്ട് കേറിട്ട് വരാവേ. കണ്ണാപ്പി സിറ്റിയിൽ വാടാ.